Good morning, students. Adutha university question idana. Find the Fourier sine transform of f of x is equal to e raised to minus ax by x. A greater than 0. The university question ആണ് university question. ഇവിടെ Fourier sine transform ആണ് കണ്ടുപിടിക്കുന്നത്. Fourier sine transform കാണാനുള്ള ഫോർമുല എന്താണ്? fs of s is equal to Fourier sine transform കാണാനുള്ള ഫോർമുല root of 2 by pi. Root of 2 by pi integral എന്താണ് 0 to infinity f of x sin sx dx. First we write the formula for Fourier sine transform. Fs of s is equal to root of 2 by pi integral 0 to infinity f of x sin sx dx. This is equal to root of 2 by pi then integral 0 to infinity f of x എന്താണ് e raised to minus ax by x into sine sx dx. Then Fourier sine transform. Root of 2 by pi integral 0 to infinity e raised to minus ax by x. E f of x e raised to minus ax by x കൊടുത്തു sin sx dx. ഇനി ഇതിനെ നമ്മൾ take I is equal to root of 2 by pi integral 0 to infinity e raised to minus ax by x sin sx dx എടുക്കുക. നമ്മൾ I എടുക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റേജ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എസ്. എസ് വെച്ച് രണ്ട് സൈഡിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ കിട്ടും? ഡി ഐ ബൈ ഡി എസ്. റൈറ്റ് ഹാൻഡ് സൈഡില് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ 0 to infinity e raised to minus ax by x into sin sx dx ആണ്. നമുക്ക് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ d by ds ആണ് വരുന്നത്. d by ds. ഈ d by ds എന്നുള്ളത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് d by ds ഓഫ് integral 0 to infinity e raised to minus ax by x sin sx dx. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐക്ക് വരെ ഡി ഐ ബൈ ഡി എസ് എഴുതുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് റൂട്ട് 2 pi ഡി ബൈ ഡി എസ് 0 to infinity e raised to minus ax by x sin sx dx. ഇനി ഇതിപ്പോ ഈ ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ള നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു റൂൾ പഠിച്ചിട്ടുണ്ട്. ആ റൂളിന്റെ പേരാണ് ലെബിനിസ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ അണ്ടർ ഇന്റഗ്രൽസ്. ലെബിനിസ് റൂൾ അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ഐ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi integral 0 to infinity e raised to minus ax by x dou by dou s of sin sx dx. അത് d by ds എന്നുള്ളത് ഇന്റഗ്രലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഡോ ബൈ ഡോ എസ് ആയിട്ട് മാറും. ഡോ ബൈ ഡോ എസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? di by ds is equal to root of 2 by pi integral 0 to infinity e raised to minus ax by x into dou by dou s of sin x. Sin sx. Sin sx ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഇത് s വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? cos sx into x. cos sx into നമ്മൾ s വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു എക്സ്. ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് ഡി ഐ ബൈ ഡി എസ് സമയത്ത് കിട്ടണമെങ്കിൽ റൂട്ട് ഓഫ് 2 by pi ഇന്റഗ്രൽ 0 to infinity e raised to minus ax cos sx dx. എക്സ് പോയിട്ട് ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഡി ഐ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ഐ ബൈ ഡി എസ് ഇസ് റൂട്ട് ഓഫ് 2 by pi. ഇവിടെ നമ്മൾ ഫോർമുല കൊടുക്കാം. ഏത് ഫോർമുല കൊടുക്കണ്ടേ? ഇന്റഗ്രൽ e raised to ax cos bx dx. എന്താണ് ആ ഫോർമുല? e raised to ax by a square plus b square a cos bx plus b sin bx. ആ ഫോർമുല കൊടുക്കുമ്പോൾ e raised to minus ax by a square plus s square minus a cos sx plus b sin sx. ലിമിറ്റ് ഏതാണ്? 0 to infinity. 0 to infinity. അടുത്ത സ്റ്റേജില്
is equal to അടുത്ത സ്റ്റേജില് di by ds is equal to root of 2 by pi then 1 by s square plus s square upper limit കൊടുക്കുമ്പോൾ 0 ആയി പോകും. e raised to minus limit 0 ആണ്. lower limit കൊടുക്കുമ്പോഴോ 0 കൊടുക്കുമ്പോൾ ആദ്യം 1 വരും. ഇവിടെ നമുക്ക് minus a into 1 plus 0. നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ്? di by ds is equal to root of 2 by pi into a by s square plus s. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യേണ്ടത്? di is equal to di ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്താം, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ds നെ കൊണ്ടുവന്നു root of 2 by pi a by s square plus s square ds. ഇനി ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, ഈ രണ്ട് വശത്തും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ di നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ i എന്ന് വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ root of 2 by pi into a by 1 s square plus s square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? a into 1 by a tan inverse s by a പ്ലസ് ഒരു കോൺസ്റ്റന്റ് കിട്ടും. a into 1 by a tan inverse s by a. അപ്പൊ a വെട്ടി കളഞ്ഞു. അപ്പൊ i യുടെ വാല്യൂ കിട്ടി. i യുടെ വാല്യൂ ഇവിടെ എഴുതാം. Therefore, I is equal to root of 2 by pi into tan inverse s by a plus c. അപ്പോൾ i യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? root of 2 by pi tan inverse s by a plus c. ഇനി നമ്മൾ ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. നമ്മൾ ആദ്യം ചെയ്തു വെച്ചിരുന്ന അത് ആദ്യത്തെ ഇക്വേഷൻ എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ അതാണ്. ആദ്യം നമ്മൾ i സപ്പോസ് ചെയ്ത് വെച്ചിരുന്ന i is equal to root of 2 by pi then integral 0 to infinity e raised to minus x by x sin sx dx. ഇത് നമുക്ക് വേണമെന്ന് ഇവിടെ നമ്മൾ ഇവിടെ ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ, ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. എന്നിട്ട് s is equal to 0 കൊടുക്കാം. s is equal to 0. ഇവിടെ s equal to 0 കൊടുക്കുമ്പോൾ i സ്ഥാനത്ത് എത്ര കിട്ടണേ? ഈ ടേം 0 ആകുമ്പോൾ tan inverse 0 എന്ന് പറഞ്ഞാൽ 0 ആണ് പ്ലസ് c. അപ്പൊ c is equal to i എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ s is equal to 0 കൊടുക്കുമ്പോഴോ s is equal to 0 കൊടുക്കുമ്പോൾ i is equal to sin 0 0 ആണ് 0. അപ്പോ c യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? c is equal to 0. Therefore, നമ്മുടെ ഫൈനൽ ആൻസർ i എന്ന് പറഞ്ഞാണ് ഫോറിയർ ട്രാൻസ്ഫോം fs of s ന്റെ ആൻസർ എന്താണ്? root of 2 by pi tan inverse s by a. ഇതാണ് നമുക്ക് അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? root of 2 by pi tan inverse s by a. ഇവിടെ നമ്മൾ സാധാരണ ഫോറിയർ ട്രാൻസ്ഫോം സൈൻ ട്രാൻസ്ഫോം കാണുന്നതിന് വ്യത്യസ്തമായിട്ട് ആദ്യം തന്നെ നമ്മൾ i എന്ന് എടുത്തു. അതിനുശേഷം അതിനെ രണ്ട് വശത്തും ഡിഫറൻഷിയേറ്റ് ചെയ്തു. വിത്ത് റെസ്പെക്ട് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെബനിസ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ഇന്റഗ്രൽ സൈൻ വരുന്നുണ്ട്. അപ്പൊ താഴെ ഉള്ളിലുള്ള നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു. അങ്ങനെ എടുത്ത് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ വേരിയബിൾ സെപ്പറേറ്റ് ഫോമിലാക്കി അതിനുശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ കോൺസ്റ്റന്റ് വരും, സി വരും. ആ സി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എസ് 0 കൊടുത്തു. 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ 0 കിട്ടി. അവസാനം ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ എന്താ കിട്ടുന്നത്? root of 2 by pi tan inverse s by a. അപ്പൊ ഇതൊരു വ്യത്യസ്തമായ ഒരു പ്രോബ്ലം ആണ്. സാധാരണ നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും കൊസൈൻ ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോം ഒക്കെ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രോബ്ലം ആണത്. കാരണം ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ഈ റേഷ്യോ -ax by x വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ആദ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അവസാനം ആൻസർ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ നമുക്ക് അവസാനം കണ്ടെത്താൻ കഴിയുന്നു. root of 2 by pi tan inverse s by a. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ.